പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴയിൽ മദ്യപിച്ച് കാറോടിച്ച് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കാർ ഡ്രൈവറെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ആമിയൂർ കോങ്ങാത്ത് വീട്ടിൽ 43-കാരൻ ജാസിനാണ് അറസ്റ്റിലായത്. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയിൽ വല്ലപ്പുഴ കല്ലുംകുടത്താണ് സംഭവം. അപകടത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ചൂരക്കുട് സ്വദേശി അജയ്കുമാറിന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വധശ്രമത്തിന്റെ വകുപ്പുകളും മോട്ടോർ വാഹന നിയമവകുപ്പ് പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇത് എന്നായിരുന്നു സംഭവം? ഈ വധശ്രമത്തിന് പോലീസ് കേസെടുത്തൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബോധപൂർവമുള്ള അപകടം സൃഷ്ടിക്കുകയായിരുന്നോ? ടോം, ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയിൽ സംസ്ഥാന പാതയാണ്. നിരവധി വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. ഈ പാതയിൽ വല്ലപ്പുഴയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത്. ഈ വല്ലപ്പുഴ ഭാഗത്തേക്ക് ചൂരക്കോട് സ്വദേശിയായ അജയ്കുമാർ എന്ന വ്യക്തി വല്ലപ്പുഴ ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു. ഈ സമയം ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്ത് വല്ലപ്പുഴയിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് കിയ കാറിൽ വരികയായിരുന്ന ജാസിൻ എന്ന വ്യക്തി ഈ ബൈക്കിൽ റോങ് സൈഡ് തിരിഞ്ഞ് നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിക്കുകയും ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ബൈക്കിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും ആ അപകടം എത്രത്തോളം വ്യാപ്തിയുള്ളതാണെന്ന്. ഈ ഇടിച്ചതിനെ തുടർന്ന് ഈ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണാൽ അയാൾക്ക് ഗുരുതര പരിക്കേറ്റുള്ളത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പോലീസ് പറയുന്നത് ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു അപകടം ഉണ്ടാക്കി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റാൽ അത് വധശ്രമത്തിനാണ് കേസെടുക്കുക. അതായത് ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ള അപകടങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വാഹനാപകടങ്ങൾ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. അവയൊക്കെ മനഃപൂർവ്വമില്ലാത്ത നരഹത്യ എന്നുള്ളൊരു വകുപ്പ് ചേർത്താണ് കേസെടുക്കാറ്. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നൊരു വകുപ്പാണ്. റിമാൻഡ് പോലെയുള്ള നടപടികൾ അതിൽ ഉണ്ടാവാറില്ല. ഈ മദ്യപിച്ച് ഓടിച്ച് അപകടമുണ്ടാക്കി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നുള്ളതിനാലാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തുള്ളത്. ഇത് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും ഇദ്ദേഹത്തെ. മുൻപത്തെ ഇങ്ങനെ സമാനമായ കേസുകളിൽ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികൾ ഡ്രൈവർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. ടോം, അങ്ങനെ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നോ? ഈ ഡ്രൈവറെ പിടികൂടാൻ കഴിഞ്ഞിരുന്നോ? ആ സമയം ഇയാൾ വലിയ രീതിയിൽ മദ്യലഹരിയിലായിരുന്നോ? തീർച്ചയായും ഈ അപകടം ഉണ്ടായ സമയത്ത് നിരവധി ആളുകളുള്ള സ്ഥലമാണ്, ബസ് വെയിറ്റിംഗ് ഷെഡുള്ള സ്ഥലമാണ്, നിരവധി കടകളുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടായ ഉടനെ ആളുകൾ ഓടിക്കൂടി പോലീസിന് വിവരമറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്ററിനുള്ളിൽ പരിധിയിലാണ് ഈ അപകടം ഉണ്ടായത്. പോലീസ് എത്രയും വേഗം തന്നെ എത്തുകയും ചെയ്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാരൊക്കെ തന്നെ പറയുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഇയാളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തി മദ്യപിച്ചു എന്നുള്ളൊരു വ്യക്തതയിലേക്ക് എത്തിയത്. ടോം, വ്യക്തമാണ്. പ്രജിത്ത് എം വിഷ്ണു ആണ് പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.